എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷന് സ്പോട്ട് അലോട്ട്മെന്റിന് കോളേജിൽ നേരിട്ട് അഡ്മിഷൻ നേടാൻ അവസരം. നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനപ്പുറം വിദ്യാർത്ഥികൾ അങ്ങനെ വരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കാം. കേരള സർവകലാശാലയിൽ ബിരുദ പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ കോളേജിൽ നേരിട്ട് അഡ്മിഷൻ നേടാൻ അവസരം. ഇതിനായി കേരള സർവകലാശാല 1ാം വർഷ ബിരുദ പ്രവേശനം 2024 ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിൽ കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെന്റ് ഓഗസ്റ്റ് 30 നാളെ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് നിർദ്ദേശങ്ങൾ നോക്കാം. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിലെ 1ാം വർഷ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജ് തലത്തിൽ സ്പോട്ട് അലോട്ട്മെന്റ് ഓഗസ്റ്റ് 30 അതാത് കോളേജുകളിൽ വെച്ച് നടത്തുന്നു. അതാത് കോളേജുകളിൽ നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അതാത് കോളേജുകളിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി കോളേജുകൾക്കുള്ള നിർദ്ദേശങ്ങൾ. നിലവിൽ കോളേജുകളിൽ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അതായത് കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് ഈ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. കേരള സർവകലാശാലയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിരുന്നത് കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതല്ല. വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ ഹാജരാകേണ്ടതാണ്. സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിലാണോ സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നത് ആ കോളേജുകളിൽ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളോ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യണം. അല്ലാത്ത പക്ഷം 11 മണിക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സ്പോട്ട് അലോട്ട്മെന്റിൽ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന് കേരള സർവകലാശാല അറിയിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യണം. വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒരിടത്തേ പോകാൻ പറ്റുള്ളെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? വിദ്യാർത്ഥികളുടെ സമ്മതപത്രം കൊണ്ട് രക്ഷിതാക്കൾക്കോ മറ്റ് ആൾക്കാർക്കോ പങ്കെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വിദ്യാർത്ഥിയുടെ സമ്മതപത്രം അത്യാവശ്യമാണ്. നാളെ 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും വേണം. ഒന്നിലധികം കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താവ് പ്രതിനിധിയുടെ സഹായം ഉപയോഗപ്പെടുത്താവുന്നതാണ്. രക്ഷകർത്താവ് പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ വിദ്യാർത്ഥി ഒപ്പിട്ട സാക്ഷിപത്രം നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. ഒന്നിലധികം കോളേജുകൾ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിന്, ഒന്നിലധികം കോളേജുകളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താവോ പ്രതിനിധിക്കോ എന്ത് ചെയ്യാൻ സാധിക്കും? ഹാജരാകാൻ സാധിക്കും ആ വിദ്യാർത്ഥിക്ക് വേണ്ടിയും. അപ്പോൾ ആ വിദ്യാർത്ഥിയുടെ സാക്ഷിപത്രം, അതായത് സമ്മതപത്രം, ഒപ്പിട്ട സമ്മതപത്രം എന്ത് ചെയ്യണം? കയ്യിൽ കരുതിയിട്ടുണ്ടാവണം. സ്പോട്ട് അഡ്മിഷന് ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷാ നമ്പർ അന്നേ ദിവസം 11 മണിക്ക് മുമ്പായി സർവകലാശാല നൽകുന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾക്കുള്ള നിർദ്ദേശമല്ല, കോളേജുകാർക്കുള്ള നിർദ്ദേശമാണ്. സ്പോട്ട് അഡ്മിഷന് ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷാ നമ്പർ അന്നേ ദിവസം 11 മണിക്ക് മുമ്പായി സർവകലാശാല നൽകിയിരിക്കുന്ന നൽകുന്ന ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് സർവകലാശാല അഡ്മിഷൻ പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രസ്തുത റാങ്ക് ലിസ്റ്റ് കോളേജ് പോർട്ടലിൽ നിന്നും പ്രിന്റ് എടുത്ത് പ്രിൻസിപ്പാളിന്റെ ഒപ്പോടുകൂടി അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പായി കോളേജ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. അതും കോളേജുകാർക്കുള്ള നിർദ്ദേശമാണ്. കോളേജുകളിൽ നിലവിലുള്ള ഒഴിവുകളോ റാങ്ക് ലിസ്റ്റോ അവസാനിക്കുന്നത് വരെ അന്നേ ദിവസം തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുമാണ്. അതും കോളേജുകൾക്കുള്ളതാണ്. അഡ്മിഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രിൻസിപ്പാളിന്റെ ഒപ്പോടുകൂടി സർവകലാശാലയ്ക്ക് അയച്ചു നൽകേണ്ടതാണ്. അത് നിങ്ങൾക്കുള്ളതല്ല. ഒരു കോളേജിൽ അഡ്മിഷനായി വരുന്ന വിദ്യാർത്ഥികളിൽ പ്രസ്തുത കോളേജ് കോഴ്സ്
അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും പ്രഥമ പരിഗണന. അതായത് നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കും, അതായത് എന്താണ്, അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും? വേക്കൻസി ഉണ്ടെങ്കിൽ പോയിട്ട് കയറാൻ സാധിക്കും. വേക്കൻസി ഉണ്ടെങ്കിൽ കോളേജിൽ പോയി കയറാൻ സാധിക്കും. പക്ഷെ എന്നാൽ പോലും എന്താണ്, അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ, പ്രൊഫൈൽ വഴി അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളിലായിരിക്കും പ്രഥമ പരിഗണന. അവർക്കായിരിക്കും കൂടുതൽ പരിഗണന അത് കൊടുക്കുക. അതായത് അവർ എന്താണ്, കോളേജിൽ പോയി അപേക്ഷ നൽകിയ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അത് അവർക്കായിരിക്കും പ്രഥമ പരിഗണന, കൂടുതൽ പരിഗണന ലഭിക്കുക. കോളേജ് കോഴ്സ് ഓപ്ഷൻ നൽകിയവരുടെ അഭാവത്തിൽ മറ്റ് കുട്ടികളെ പരിഗണിക്കുന്നത്. അതായത് ഇപ്പം ഒരു കോളേജിലേക്ക് 10 അപേക്ഷകൾ വന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ആ കോളേജിൽ എന്ത് ചെയ്തു? ഉദാഹരണത്തിന് ഇപ്പോൾ 11 സീറ്റുകളുണ്ട്. 11 സീറ്റുകളുണ്ടെങ്കിൽ 10 അപേക്ഷകൾ മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ആ 10 കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തു. ബാക്കി ഒരു സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ബാക്കി ഒരു സീറ്റിലേക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സീറ്റ് ആവശ്യപ്പെടുന്ന മറ്റൊരു കുട്ടിയെ പരിഗണിക്കാൻ സാധിക്കും. അതായത് അവരുടെ കയ്യിൽ റാങ്ക് ലിസ്റ്റ് ഇല്ല. റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ചോദിച്ചു വരുന്ന വിദ്യാർത്ഥിക്ക് സീറ്റ് കൊടുക്കാമെന്നാണ്. അത് റാങ്ക് ലിസ്റ്റ് കഴിയുന്ന പക്ഷമേ ഉണ്ടാവുകയുള്ളൂ. ഓരോ കോളേജിലും നിലവിലുള്ള വേക്കൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രസ്തുത വേക്കൻസിയിലേക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? വേക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സർവകലാശാലയുടെ വെബ്സൈറ്റിൽ, കേരള യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിളിലോ ക്രോമിലോ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സർവകലാശാലയുടെ ഒഫീഷ്യൽ പോർട്ടലിലേക്ക് പോകാം. അതിൽ നിങ്ങൾക്ക് FYUG 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ് എന്ന ലിങ്ക് വഴി വേക്കൻസി ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. ആ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള കോളേജുകളിലേക്കായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുക. നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കാത്തവർ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ SC/ST വിഭാഗങ്ങൾക്ക് 930 രൂപയും ജനറൽ മറ്റ് സംവരണ വിഭാഗങ്ങൾക്ക് 1850 രൂപ അടയ്ക്കേണ്ടതാണ്. ഫീസ് അടയ്ക്കാനുള്ള ലിങ്ക് കോളേജ് പോർട്ടൽ വഴി കുട്ടികളുടെ പ്രൊഫൈൽ ആക്റ്റീവാക്കി നൽകേണ്ടതാണ്. ഇൻഡസ് മാർക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുത്ത് അലോട്ട്മെന്റ് മെമ്മോ നൽകേണ്ടതാണ്. അതൊക്കെ കോളേജുകാർക്കുള്ള നിർദ്ദേശങ്ങളാണ്. അതാത് കോളേജിലെ പ്രിൻസിപ്പൽമാരായിരിക്കും അഡ്മിഷൻ നടപടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം. നിലവിൽ സർവകലാശാല അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാത്തവരെ റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ സീറ്റ് ഒഴിവുള്ള പക്ഷം അഡ്മിഷൻ പോർട്ടലിൽ മാനേജ്മെന്റ് കോട്ട ലിങ്ക് വഴി രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെന്റിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. ഒഴിവുകൾ നിലനിൽക്കുന്ന പക്ഷം 31-നും കോളേജുകളിൽ ഹാജരായി അഡ്മിഷൻ നേടാവുന്നതാണ്. അത് ഒഴിവുകൾ ഉണ്ടെങ്കിൽ 30-ാം തീയതിയാണ് അഡ്മിഷൻ നടക്കുക കേട്ടോ. അപ്പം 31-നും എന്ത് ചെയ്യാൻ സാധിക്കും? ഒഴിവുള്ള പക്ഷം 31-ാം തീയതിയും അഡ്മിഷൻ നടക്കുന്നതാണെന്ന് കേരള സർവകലാശാല രജിസ്ട്രാർ അറിയിച്ചിട്ടുണ്ട്. സിംഗിൾ വിൻഡോ സെൽ, IT സെൽ കേരള സർവകലാശാല അറിയിച്ചതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള പക്ഷം നാളെ രാവിലെ 11 മണിക്ക് മുമ്പായി കോളേജിൽ റിപ്പോർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.